ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്ത് നല്ലത് ഉണ്ടാവാനാണ് പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു സാഹസികത നിങ്ങളുടെ ഉള്ളിൽ വരും. ആ ഒരു സാഹസികത വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 വരദാനങ്ങൾ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിച്ച 2 വരദാനങ്ങൾ. ആ ഒരു വരദാനം സ്റ്റെബിലിറ്റിയോട് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്, അതായത് സ്ഥിരതയോട് കൂടിയാണ് തരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ആ ഒരു സന്തോഷം ലഭിക്കാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ സഹിച്ചു, ഒത്തിരി താമസിച്ചു. അതായത് കുറേ നാളായിട്ട് കാത്തിരുന്ന് എന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിച്ചില്ല. അങ്ങനെ ഒത്തിരി താമസം ഉണ്ടായി ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. നിങ്ങളുടെ ശരീരം പോലും തളർന്നിരിക്കുകയാണ്. അത്രമാത്രം തളർച്ച നിങ്ങൾക്ക് തോന്നുകയാണ്. കാരണം ലൈഫിലെ ഈ ഒരു വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് മടുത്തു. ഇനി വയ്യ, ഇനിയെങ്കിലും എനിക്ക് ആ ഒരു സന്തോഷം ലഭിച്ചെങ്കിലെന്ന് നിങ്ങളുടെ മനസ്സും ശരീരവും പറയുകയാണ്. ഒത്തിരി അസഫലതകൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടു. ഒത്തിരി ഡിലേ നിങ്ങൾ കണ്ടു. കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ട അവസ്ഥ വന്നു. അതായത് ഒരു മെൻ്റൽ പ്രഷർ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു, അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എന്ത് മോശം സാഹചര്യമായാലും, എന്ത് മെൻ്റൽ പ്രഷറാണെങ്കിലും നിങ്ങൾ ഒരു സാഹസികരായിട്ട് തന്നെയാണ് അതിനെല്ലാം ഫേസ് ചെയ്തത്. പാസ്റ്റിൽ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. മുന്നത്തെ പോലെയാണോ ഇപ്പോഴത്തെ ഹെൽത്ത്? ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, കുറച്ച് നടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, ഭയങ്കരമായിട്ട് തളർച്ച തോന്നുക, നടക്കാൻ പറ്റാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. പുറമേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല പുഷ്ടിയുള്ള ശരീരം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പുറമേ നോക്കുമ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂവും ഇല്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ആ ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ അവർ മനസ്സിലാക്കത്തില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഒരു ഇഷ്യൂ. സെക്കൻഡ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കുറച്ച് സമയമെടുത്ത് ഡിലേ ആയി, കുറച്ച് വെല്ലുവിളികളൊക്കെ ഫേസ് ചെയ്താണ് നിങ്ങൾക്ക് അതിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ലൊരു കാര്യം നല്ല ഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു ഗതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് ആവുക, അങ്ങനൊരു അവസ്ഥയും നിങ്ങൾ ഫേസ് ചെയ്തു. പിന്നെയുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഈ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന കാര്യം സഡനായിട്ട് ബ്രേക്ക് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്കിനി ഒരു സബലത ലഭിക്കത്തില്ല, ഒരു സ്റ്റെബിലിറ്റി ലഭിക്കത്തില്ല എന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തത്. അപ്പോൾ ഇനി കിട്ടാൻ പോകുന്ന വരദാനത്തിലെ ഒരു വരദാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു സന്തോഷമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതായത് പകുതി വെച്ച് അതിൻ്റെ ഗതി ബ്രേക്ക് ആവുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങ് അറ്റം വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിങ്ങൾ നല്ല ഒരു സാഹസികരായി മാറിയിരിക്കുകയാണ്. ആര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ സാഹസികരായി മാറിയിരിക്കുകയാണ്. ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ദൈവമേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പകച്ചു നിന്ന സമയമുണ്ടായിരുന്നു. ആ സമയം പോലും നിങ്ങൾ ദൈവത്തിൻ്റെ നാമം വിചാരിച്ച് സ്റ്റെപ്പ് എടുത്തു. ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾ എടുത്ത ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്തു. അതാണ് നിങ്ങളെ കുറച്ചും കൂടെ സാഹസികരാക്കി മാറ്റുന്നത്. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവം കൂടെ ഉള്ളപ്പോൾ ആര് സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ചും കൂടെ സാഹസികരായി മാറുന്നു. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കുന്നു. ഇവിടെ റീഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഫിനാൻഷ്യൽ മാറ്ററിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല. നല്ലൊരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവത്തില്ല ഒന്നിനും. അങ്ങനൊരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും.
അതായത് നിങ്ങളുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഗതിയും തരാത്ത ആ ഒരു ജോലി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ലൈഫെ തന്നെ മാറ്റി ആ ഒരു ജോലി നിങ്ങൾക്ക് അത്രമാത്രം സ്റ്റെബിലിറ്റി തന്നു. അങ്ങനെ ഒരു എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങൾ ആദ്യമൊക്കെ ഇതിനെക്കുറിച്ച് വിചാരിച്ചു ഇതിനെ കൊണ്ട് കാര്യമില്ല, ഒരു പൈസയും കിട്ടുന്നില്ല, സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോട്ട് പോകുന്നതല്ല മുന്നോട്ട് പോകുന്നില്ല, ഇത് വിട്ടുകളയാം എന്ന് വരെ വിചാരിച്ചു. അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുകയും നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ച ആ കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമാവുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വരാൻ പോകുന്ന സമയം അത്രമാത്രം സാഹസികതരാവും. അതായത് നമ്മുടെ മുന്നിലൊരു സിംഹം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ജോലി അതിൻ്റെ വാക്കകത്ത് കൈയിടുക എന്നതാണ്. അപ്പോൾ അറിഞ്ഞു വച്ചുകൊണ്ട് തന്നെ അതൊരു സിംഹമാണെന്ന് അറിഞ്ഞു വച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് വാക്കകത്ത് കൈയിടുന്നു. അതേപോലെ അത്രയ്ക്ക് സാഹസികരായിട്ട് നിങ്ങൾ മാറി എന്തോ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് അറിഞ്ഞു വച്ചുകൊണ്ട് തന്നെ സിംഹത്തിൻ്റെ വായിൽ കൈയിട്ടിട്ട് അതിൽ നിന്ന് പോലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അത്രയ്ക്ക് സാഹസികരായി മാറാൻ പോവുകയാണ് നിങ്ങൾ വരാൻ പോകുന്ന സമയം. ഫ്യൂച്ചറിൽ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടാകും. ഇനി ആരോടും തെണ്ടേണ്ട അവസ്ഥ വരത്തില്ല ഒരു പൈസയ്ക്ക് വേണ്ടി. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ സെക്യൂർ ആക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു പദ്ധതിയുമില്ല എൻ്റെ ലൈഫ് എങ്ങനെ സെക്യൂർ ആക്കാം. പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ഭാവി വളരെയധികം സുരക്ഷിതമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻഫിനിറ്റിയുടെ സൈൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമാണ് എന്ന്. ഇൻഫിനിറ്റിയുടെ സൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 8 8 നമ്പർ അതേപോലെയാണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ ആ ഒരു സിമ്പൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഐഡിയ വരുന്നില്ല. നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ഒരു ഐഡിയ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാശുണ്ടാക്കാം. പക്ഷേ നിങ്ങളത് പ്രയോഗിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ സമയം വന്നിട്ടില്ലായിരിക്കാം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സമയം വരും. ആ ഒരു സമയം വരുമ്പോൾ നിങ്ങളെ ദൈവം ആ ഒരു ഐഡിയയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഐഡിയ പ്രയോഗിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കൂടാതെ റിസ്ക് ടേക്ക് ആ ഒരു ഭാവമുണ്ട്. ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകും. അങ്ങനൊരു ഭാവമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ സാഹസികരുമാണ്. കൂടാതെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നു. അതും ഒരു നല്ല കഴിവാണ്. ഇവിടെ നിങ്ങളുടെ ആ ഇത്രയും ക്വാളിറ്റീസ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ സപ്പോർട്ട് നിൽക്കുന്നില്ല. കൂടാതെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സും ശരീരവും വ്യക്തമായിട്ടിരിക്കുകയാണ്. അതായത് ഞാൻ അവരെ കാര്യം നോക്കണം, ഇവരെ കാര്യം നോക്കണം, അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ചിന്തകളാണ് കൂടുതലും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും. കൂടാതെ ഈ ഒരു ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ഒന്ന് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതാദ്യം നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ കൂടെ ഉള്ളവരുടെ ജീവിതവും മാറും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരികയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ടല്ല ഇപ്പോൾ ഉള്ളത് എങ്കിൽ എങ്ങനെയായാലും ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫേവറായിട്ട് ആകുന്നതാണ് വരാൻ പോകുന്ന സമയം. ക്യാഷ് റിലേറ്റഡായിട്ട് ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡായിട്ട് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ മാറ്റർ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. 100% നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാറ്ററിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതാണ് ഭാഗ്യത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം സുരക്ഷിതമാക്കാൻ വേണ്ടി യൂണിവേഴ്സ് അതിനുള്ള വ്യവസ്ഥകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. അപ്പോൾ വരാൻ പോകുന്ന സമയം അങ്ങനെ പല അവസരങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ വരുന്ന അവസരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അങ്ങനെ വിനിയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. അത്രമാത്രം ഭാവി സുരക്ഷിതമാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി വരാൻ പോകുന്ന സമയം എന്ത് അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഇവിടെ നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു ശ്രദ്ധയില്ല. മറ്റുള്ളവരുടെ മേലാണ് ശ്രദ്ധ. അത് കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ സാധിക്കാത്തത്. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കൂ.
ഇവിടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മാറ്റം കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് ആഗ്രഹിക്കും പോലെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കർത്തവ്യമെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്നാണ്. അതായത് ഇത്രമാത്രം സമ്പാദിക്കണം, ആ ഒരു സമ്പാദിക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ സാധിക്കണം, എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം. ഇത് ഉറപ്പായിട്ടും സാധിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവ് ആദ്യം മനസ്സിലാക്കി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങൾക്ക് നിങ്ങളെയും കാട്ടി പാവപ്പെട്ട ആൾക്കാർ, അതായത് ഓരോരുത്തർ പാവങ്ങളെ സഹായിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും എൻ്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ അവരെയൊക്കെ സഹായിക്കാമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യവും നിങ്ങൾക്കുണ്ട്. എന്തെങ്കിലും പാവങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വ്യവസ്ഥ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾ എത്ര തന്നെ ഏജിൽ ചെറിയ ആളായാലും നിങ്ങളുടെ ചിന്തിക്കുന്ന ആ ഒരു രീതി അത് വളരെ മെച്യൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും പോലെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളൊരു ഓൾഡ് സോളിനെ പോലെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തുമാത്രം അനുഭവിച്ചോ അത് ഇനി വേറെ ആരും ഭൂമിയിൽ അനുഭവിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വിഷമം അവർക്ക് ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. ഒരു അവസരം ലഭിച്ചാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങളുടെ ലൈഫിൽ മോശം ആൾക്കാർ ഒത്തിരി ഉണ്ട്, അവർ എന്തെങ്കിലും തടസ്സം നിൽക്കുമോ എന്ന്. ഇനി നിങ്ങൾ അവരെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അവസരം ദൈവമായിട്ട് തരുന്നതാണ്. നിങ്ങൾ അതിനെ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രം മതി. പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ തരം താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ആദ്യമേ ആഗ്രഹിച്ച് വച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണം, അതിന് വേണ്ടി ഇത്ര പൈസ എനിക്ക് വേണം, ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാകണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട്. ഭാഗ്യത്തിൽ ഉള്ളത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് നല്ല രീതിയിൽ നടക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നല്ലതായിട്ട് നടക്കും. അതായത് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ പ്രഭാവം ഭയങ്കരമായിട്ട് മറ്റുള്ളവരിൽ ഉണ്ടാക്കും, ഒരു ആകർഷണം നിങ്ങളിൽ. അത് ചിലപ്പോൾ ഒരു ഓൺലൈൻ ജോലിയായിരിക്കാം. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിൽ നിങ്ങളിൽ ഒരു ആകർഷണം എല്ലാവർക്കും തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു പേരും പ്രശസ്തിയും ഉണ്ടാകും. അത് ചിലപ്പോൾ ബിസിനസ്സിലാകാം, അല്ലെങ്കിൽ ഓൺലൈൻ ജോബായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം. അതായത് നിങ്ങളുടെ ആ ഒരു സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിലോട്ട് നിങ്ങൾ മാറും. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം, നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം, കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു അറിവ്, ആ അറിവിൻ്റെ പ്രഭാവം, ഇതെല്ലാം മറ്റുള്ളവരിൽ ഒരു പ്രഭാവം കൊണ്ടുവരും. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനും അറിയാം, പഠിപ്പിക്കാനും അറിയാം, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ്, പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് വച്ച് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കുക നിങ്ങൾ ജീവിതത്തിൽ. ഇനി നിങ്ങൾക്ക് എഴുതി വച്ച് നിങ്ങളുടെ ഭാഗ്യം മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ 5-5-5 മെത്തേഡ്, അതായത് 55 പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് 55 പ്രാവശ്യം ഒരു ദിവസം എഴുതുക. അത് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇന്ന് എപ്പോഴാണോ എഴുതുന്നത് അത് ആ സമയം തന്നെ നാളെ എഴുതാൻ തുടങ്ങുക. അങ്ങനെ 55 പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം 5 ദിവസം എഴുതുക. 5 ദിവസം എഴുതിയിട്ട് നിങ്ങൾ ആ ആഗ്രഹം എന്താണോ അത് യൂണിവേഴ്സിന് സമർപ്പിക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ആഗ്രഹം നടന്നതിന് ശേഷം പിന്നെ അടുത്ത ആഗ്രഹത്തിലോട്ട് പോകുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്. അതിലേതെങ്കിലും ഒരു കഴിവ് നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി. ഒന്നുകിൽ ഏതെങ്കിലും അഫർമേഷൻസ് പറയുക. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് അഫർമേഷൻസ് പറയുക. താങ്ക് യു സോ മച്ച്, എനിക്ക് ഒരു സ്വന്തമായിട്ട് വീട് ലഭിച്ചതിന് താങ്ക് യു സോ മച്ച്. ഇല്ലെങ്കിൽ എഴുതുക. എഴുതുന്നത് കാര്യം നടന്നായിട്ടാണ് എഴുതാം. വീടാണെങ്കിൽ എനിക്കൊരു സ്വന്തമായിട്ട് വീട് ലഭിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, അങ്ങനെയാണ് എഴുതാൻ.
ഫ്യൂച്ചറിൽ നല്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ലഭിച്ചില്ല. പക്ഷേ കിട്ടുന്നത് വളരെ വലിയ ഒരു നിധി ശേഖരം പോലെയായിരിക്കും കിട്ടുന്നത്. അതായത് എൻ്റെ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ വേണ്ടിയാണ് എനിക്ക് ഈ ഒരു നിധി ശേഖരം ലഭിച്ചത് എന്ന് നിങ്ങൾ നന്ദി പറയും യൂണിവേഴ്സിനെ നോക്കി. ഇനി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ശുഭകാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നിങ്ങളെ നിന്ദിച്ചവരെല്ലാം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവരൊക്കെ നിങ്ങളെ നിന്ദിച്ചവരാണ്. ഇപ്പോൾ നിങ്ങളെ എന്തുമാത്രം റെസ്പെക്റ്റോടെയാണ് കാണുന്നതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണാലെ കാണും. പല കാര്യത്തിനുമുള്ള സൊല്യൂഷൻ നിങ്ങളോട് ചോദിച്ചറിയാൻ വേണ്ടി അവർ വരും. അതായത് ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോയി ഇനി അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളടുത്ത് ആൾക്കാർ വരും. ഇപ്പോഴും ചെറിയ രീതിയിൽ ആൾക്കാർ നിങ്ങളോടടുത്ത് വരുന്നുണ്ട്. അവരുടെ സമസ്യകൾക്ക് സമാധാനം കണ്ടുപിടിക്കാൻ വേണ്ടി. നിങ്ങളൊന്ന് നോക്കിയേ, ആരെങ്കിലും ഒരാൾ നിങ്ങളടുത്ത് ചോദിച്ചിട്ടില്ലേ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് വരും, എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരുമോ എന്ന്? അങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് ഇതുവരെയെങ്കിലും ഏതെങ്കിലും ലൈഫിൽ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ ഓർമ്മിച്ച് നോക്കി ആരെങ്കിലും ചോദിച്ചിട്ടില്ലേ എന്ന്? ഇവിടെ മുന്നോട്ടുള്ള ആ ഒരു ലൈഫിലും ഇതേപോലെ ആൾക്കാർ പല സമസ്യകൾക്കും സമാധാനം തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും. അവരുടെ ആ ഒരു തോട്ട്സ് എന്ന് പറയാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം ലഭിക്കുന്നു. കാരണം നിങ്ങൾക്ക് പഠിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോടും ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾ അത് ശ്രദ്ധാപൂർവം കേൾക്കും. കാരണം അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പാഠം പഠിക്കാൻ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു നല്ല ടീച്ചറിൻ്റെയും നല്ല സ്റ്റുഡൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളിലുണ്ട്. നിങ്ങൾ ആരെയാണോ ഗുരുവായിട്ട് കാണുന്നത് അവരുടെ വിശേഷമായിട്ടുള്ളൊരു കൃപ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ ഗുരുവിൻ്റെ കൃപ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലും നിങ്ങൾ വീണു പോവാതെ പുറത്ത് വരുന്നത്. അതായത് വീണു പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ശക്തി നിങ്ങളെ പിടിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഹനുമാനെ ആയിരിക്കാം ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. കാരണം ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു നിറകുടമാണ്. നിങ്ങൾക്ക് ഒത്തിരി അറിവുണ്ട്. പക്ഷേ ആ അറിവ് നിങ്ങൾ കറക്റ്റായിട്ട് വിനിയോഗിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളുടെ മുന്നിൽ വന്നാൽ അതിനെ പഠിക്കാനുള്ള കഴിവ് ഭയങ്കരമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കാം. എവിടെ നിന്നൊക്കെ അറിവ് ലഭിക്കുമോ അതെല്ലാം നിങ്ങൾ ശേഖരിച്ച് മനസ്സിലാക്കി വെക്കും. നിങ്ങളുടെ മനസ്സിലൊരു ഈഗോ ഭാവമില്ല. അത് ചെറിയ കുട്ടിയാകട്ടെ വലിയ ആളാവട്ടെ പറയുന്നത് അവരെന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കും, അങ്ങനെ ഒരു ഭാവമാണ്. ഇവിടെ നിങ്ങൾ ഒത്തിരി നെയിം ഫ്രെയിം സമ്പാദിക്കും. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കുടുംബം അറിയും. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം നല്ലതായിട്ടല്ല പോകുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആരും സപ്പോർട്ടില്ല. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബം നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടിരിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ആ ഒരു വിജയം കണ്ട് ഒത്തിരി സന്തോഷിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കർത്തവ്യഭാവമുണ്ട്. അതായത് എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, എല്ലാവർക്കും ഒരു മാർഗദർശകരായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾ ചിന്തിച്ച് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടേ പോകത്തുള്ളൂ, അങ്ങനൊരു മനോഭാവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ്. ഗുരുവിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. യൂണിവേഴ്സിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ജസ്റ്റിസ് നടക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്. വളരെ വലിയ എന്തോ ഒരു മുറിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു മുറിവ് പോലും ഉണങ്ങുന്ന രീതിയിലുള്ള നീതിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന്, നിങ്ങൾക്ക് നീതി വേണം. രണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് സെക്യൂർ ആവണം. ഇനി പൈസയ്ക്ക് വേണ്ടി ആരുടെടുത്തും തെണ്ടാൻ പാടില്ല. ഈ 3 കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതെല്ലാം നടക്കും. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആരുടെടുത്തും പൈസയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. ആരാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുന്നതാണ്. ആരുടെടുത്തും നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചോദിക്കേണ്ടി വരത്തില്ല. ഇവിടെ നിങ്ങളുടെ ഇഷ്ടദൈവം, നിങ്ങളുടെ ഗുരു നിങ്ങളിൽ ഭയങ്കരമായിട്ട് അനുഗ്രഹം ചൊരിയാണ്. കാരണം ഈ ഒരു പ്രകൃതി, ഈ ഒരു ബ്രഹ്മാണ്ടം നിങ്ങളെ ഒത്തിരി പരീക്ഷകൾ തന്ന് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് ചെയ്തു. ഞാൻ എത്ര തന്നെ മോശ അവസ്ഥയിലായാലും ഞാൻ എൻ്റെ കർമ്മം നല്ലതേ ചെയ്യത്തുള്ളൂ എന്നുള്ള മനോഭാവത്തിൽ നിന്നു. അതാണ് അവർക്ക് നിങ്ങളോട് ഇത്രയും അനുഗ്രഹം തോന്നാനുള്ള കാര്യം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കർമ്മത്തിൽ ഒരു മോശം ഭാവം വച്ചില്ല, പവിത്ര ഭാവമാണ് നിങ്ങൾ വച്ചത്.
നിങ്ങളുടെ നല്ല കർമ്മമാണ് ഏതെങ്കിലും വ്യക്തിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മിറാക്കിളിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ജസ്റ്റിസിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ ഉണ്ടാവാൻ പോകുകയാണ്. അത് ഉറപ്പായിട്ടും നടക്കുന്നതാണ്. ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നതാണ് ഗ്രോത്തിലോട്ട്. 555 അല്ലെങ്കിൽ 45 ഇത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുക നിങ്ങളുടെ ലൈഫ് നല്ലൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന്. ഇല്ലെങ്കിൽ ഈ നമ്പർ കാണുമ്പോൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ അടുത്ത് എന്തോ നല്ലത് സംഭവിക്കാൻ പോകുകയാണ് എന്ന് വിചാരിക്കുക ഈ നമ്പർ കാണുമ്പോൾ. ഇല്ലെങ്കിൽ പെട്ടെന്നൊരു കോള് വരിക, എന്തെങ്കിലും സന്തോഷ വാർത്ത നിങ്ങൾക്ക് വരിക ഈ ഒരു നമ്പർ കണ്ടതിന് ശേഷം. അതായത് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരുവാൻ ഈ ഒരു നമ്പറിന് സാധിക്കും. ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്ന് ആ ഒരു വ്യക്തി തരുന്ന ഐഡിയയിലൂടെ നിങ്ങൾ ആ ഒരു ഐഡിയ പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയൊക്കെ നല്ല പരിവർത്തനം ഈ ഒരു 555 നമ്പർ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. പേരും പ്രശസ്തിയും റെസ്പെക്റ്റും എല്ലാം ഓടുകൂടി ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്. നാളെ റീഡിംഗ് ഉണ്ടാവത്തില്ല.